പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ഓഗസ്റ്റ് 29 ഗുരുപൂർണിമ. നമ്മുടെ മിഷനിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഗുരുപൂർണിമ. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഗുരുപൂർണിമ, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ. ചാർജി മഹാരാജിൻ്റെ ഡയറിയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ആകസ്മികമായിട്ട് ഒരിക്കൽ ഷാജഹാൻപൂരിൽ എത്തി, ബാബുജി മഹാരാജിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ കുറച്ച് അഭ്യാസികളൊക്കെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഓ നിങ്ങൾ വന്നല്ലേ, നന്നായി, കാരണം ഇന്ന് ഗുരുപൂർണിമയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ അനുഗ്രഹീതമായ ദിവസമായതുകൊണ്ട് നിങ്ങൾ വന്നത് വളരെ നന്നായി എന്ന് പറഞ്ഞു. പിന്നീട് ബാബുജി മഹാരാജിൻ്റെ സത്സംഗം കഴിഞ്ഞപ്പോൾ ചാർജി അദ്ദേഹത്തിനോട് ചോദിച്ചു, ബാബുജി ഇന്ന് ഗുരുപൂർണിമയെന്ന് എല്ലാവരും പറയുന്നത്, എന്താണ് ഗുരുപൂർണിമ ചോദിച്ചു. അപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞു, ഗുരുപൂർണിമ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അന്നേ ദിവസം ശിഷ്യൻ ഗുരുവിൻ്റെ സമീപത്ത് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഉണ്ടെങ്കിൽ ശിഷ്യൻ്റെ ആത്മീയ പുരോഗതി മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ബാബുജി ചോദിച്ചു, നിനക്കിപ്പോൾ എത്ര വയസ്സായി ചോദിച്ചു. ഇപ്പോൾ 50 വയസ്സ് ആയിരുന്നു. അപ്പം നിൻ്റെ പുരോഗതി മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ 50 ഇരട്ടി വർദ്ധിക്കട്ടെ എന്ന് ഒരു അനുഗ്രഹം കൊടുത്തു എന്ന് അദ്ദേഹം ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. ദാജി പറയും, ഗുരുപൂർണിമ ദിവസം നമ്മളെല്ലാവരും ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ അർഹത നേടട്ടെ എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. അർഹത വളരെ പ്രധാനമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. മഹത്തായ ഈ ഹിന്ദുധർമ്മം അത് വലിയ ആശയങ്ങളെ 1-2 വാക്കുകളിൽ ഒതുക്കി അവതരിപ്പിക്കുന്നതിൽ വളരെ സമർത്ഥമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഉദാഹരണത്തിന് സച്ചിദാനന്ദം മഹാവാക്യാണത്. സത് ചിത് ആനന്ദം എന്നാണ്. സത്ത് ബോധം ആനന്ദം എന്നാണ്. നിലനിൽപ്പ് ബോധം ആനന്ദം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് പകരം അതൊരു മന്ത്രം മാതിരി നമ്മൾ സച്ചിദാനന്ദം സച്ചിദാനന്ദം എന്നൊരു മന്ത്രം പോലെ ആവർത്തിക്കുന്നത് കൊണ്ട് ആ സച്ചിദാനന്ദത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാവുന്നില്ല. അതുപോലെ അഹം ബ്രഹ്മാസ്മി മറ്റൊരു മഹാവാക്യാണ്. ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊരു മഹാവാക്യാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ മന്ത്രം പോലെ ആവർത്തിക്കുക, അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി. അതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ അനുഭൂതി നമുക്കുണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് ഹാർട്ട്ഫുൾനെസ്സിൽ സച്ചിദാനന്ദം എന്ന് പറയുന്നത് 10ാമത്തെ ചക്രത്തിൻ്റെ സ്വഭാവമാണ്. സഹസ്രദള പത്മം. അവിടെ നമ്മുടെ ബോധം എത്തുമ്പോഴാണ് ഈ സച്ചിദാനന്ദം എന്നുള്ള അനുഭൂതി നമുക്കുണ്ടാവണം. അത് സച്ചിദാനന്ദം എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം. അതുപോലെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഞാൻ ബ്രഹ്മത്തിൻ്റെ അവസ്ഥ നമ്മുടെ ഹൃദയമണ്ഡലം കടന്ന് ഇവിടെ ആജ്ഞാചക്രത്തിലെത്തുമ്പോഴാണ് ബ്രഹ്മാനുഭൂതി തുടങ്ങുന്നത്, മനോമണ്ഡലത്തിൽ. അപ്പോൾ അഹം ബ്രഹ്മാസ്മി നമ്മൾ മന്ത്രം പോലെ ആവർത്തിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നത്. അപ്പോൾ അതുപോലെയാണ് ഗുരുപൂർണിമ എന്നുള്ള വാക്ക്.
ഗുരുപൂർണിമ എന്നുള്ള വാക്കിലെ പൂർണിമയ്ക്ക് പൂർണ്ണചന്ദ്രനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പൂർണിമ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണചന്ദ്രൻ, വെളുത്ത വാവ് ഒക്കെ പറയില്ലേ. ബുദ്ധന് മഹാനിർവാണം അദ്ദേഹം എന്നുള്ള അവസ്ഥ അദ്ദേഹം നേടിയത് ഒരു പൂർണ്ണചന്ദ്ര ദിവസം അർദ്ധരാത്രിക്കായിരുന്നു. അതുകൊണ്ട് ബുദ്ധപൂർണിമ നമ്മൾ ഗുരുപൂർണിമയ്ക്ക് പറയാറുണ്ട്. അതുപോലെ വ്യാസന്റെ ജനനം അന്നായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് വ്യാസപൂർണിമ എന്ന് പറയാറ്. അപ്പോൾ ബുദ്ധൻ മഹാനിർവാണം നേടിയത് പൂർണ്ണചന്ദ്ര ദിവസം അർദ്ധരാത്രിക്കാണ്. പക്ഷെ ബാബുജി മഹാരാജും മഹാവീരൻ, വർദ്ധമാന മഹാവീരനും ഇതേ അവസ്ഥ നേടിയെടുത്തത് ഒരു ദീപാവലി ദിവസത്തിലായിരുന്നു. അന്ന് അമാവാസിയായിരുന്നു. അതുകൊണ്ട് ദീപാവലി നമ്മൾ നമ്മുടെ മിഷനിൽ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആകസ്മികമാണ്. ഒന്ന് പൂർണ്ണചന്ദ്ര ദിവസമായിരുന്നു, മറ്റത് അമാവാസി ദിവസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ പൂർണിമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാവുക, കംപ്ലീറ്റ് ആവുക എന്നുള്ള അർത്ഥം. ഭാഗികമല്ല, പരിപൂർണമാവുക എന്നുള്ള അർത്ഥം. ഗുരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ അർത്ഥം. ഗു എന്ന് വെച്ചാൽ അന്ധകാരം എന്നാണ്. രു എന്ന് വെച്ചാൽ അത് നീക്കുന്ന ആൾ. അപ്പോൾ നമ്മുടെ ബോധത്തിലെ അന്ധകാരത്തെ നീക്കി, അതായത് ബോധത്തിലെ സങ്കീർണതകളും മാലിന്യങ്ങളും നീക്കി നമ്മുടെ ബോധത്തെ പൂർണ്ണമാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഗുരുപൂർണിമ എന്നുള്ള വാക്ക് നമ്മൾ പ്രയോഗിക്കുന്നത്. അതിനെ ഗുരുപൂർണിമ ദിവസം വരെ കാത്തിരിക്കേണ്ടതില്ല. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മളെ അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് പരിപൂർണമായിട്ട് മാറ്റി മറ്റൊന്നാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഗുരുപൂർണിമ. അപ്പോൾ ബോധത്തിൻ്റെ വികാസത്തിലാണ് ഇതെല്ലാം. നമ്മൾ അഹം ബ്രഹ്മാസ്മി ആണെങ്കിലും സച്ചിദാനന്ദാണെങ്കിലും ബോധത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളാണ്. ബോധത്തിൻ്റെ വികാസത്തിന് തടസ്സം നിൽക്കുന്നതാണ് നമ്മുടെ ബോധത്തിലുള്ള സങ്കീർണതകളും മാലിന്യങ്ങളും. അത് നീക്കം ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോധം വികസിക്കുന്നത്. അപ്പോൾ ബോധത്തിൻ്റെ വികാസവും ആ സങ്കീർണതയ്ക്ക് കാരണമായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചും നമ്മൾ ബോധവാനല്ലെങ്കിൽ ഒരു ഗുരുപൂർണിമ 10 ഗുരുപൂർണിമ കഴിഞ്ഞാലും അതുകൊണ്ട് വലിയ വിശേഷമില്ലാന്നർത്ഥം. രാജി അതിനെ കുറിച്ച് ഒരു കഥ പറയാറുണ്ട്. അദ്ദേഹം പറയും, ഒരു സന്യാസി കുറച്ച് ശിഷ്യന്മാരൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. എല്ലാ ദിവസവും അദ്ദേഹം അടുത്തുള്ള ആശ്രമത്തിൽ നിന്ന് അടുത്തുള്ള ഗ്രാമങ്ങളിൽ ഭിക്ഷ എടുക്കാൻ വേണ്ടി പോകും. വൈകുന്നേരം ആകുമ്പോൾ ആശ്രമത്തിലേക്ക് തിരിച്ചു വരും. ഇത് അവരൊരു ശീലമാണ്, ഗുരു ശിഷ്യന്മാരെ കൂടി. ഒരു ദിവസം ഇങ്ങനെ ഭിക്ഷാടനത്തിൽ അന്ന് പ്രധാനപ്പെട്ട ഒരു വളരെ വിലപിടിപ്പുള്ള ഒരു ഭിക്ഷ അദ്ദേഹത്തിന് കിട്ടി. അപ്പം അത് വാങ്ങിക്കാൻ കുറച്ച് നേരം കാത്തു നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്കും സന്ധ്യയായി. സന്ധ്യ ചെയ്യുമ്പോൾ വേഗം ഈ ഭിക്ഷയും വാങ്ങി ബാണത്തിലിട്ട് സന്യാസിയും ശിഷ്യന്മാരും കൂടി ആശ്രമത്തിലേക്ക് നടന്നു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് വേഗം പോകാം, കാട്ടിലൂടെ കടന്നിട്ട് വേണം ആശ്രമത്തിലേക്ക് എത്താനല്ലോ. അപ്പോൾ വഴിയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേഗം പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന് ഒരു സംശയം തോന്നി. ഇതുവരെ ഈ കാട്ടിലൂടെ സ്ഥിരമായിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അന്നൊന്നും ഇത്തരത്തിലുള്ള ഒരു ഉത്കണ്ഠ ഗുരുവിനുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഭയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം പതിവിൽ കൂടുതൽ ഉത്കണ്ഠാകുലനാണ്. അപ്പം എന്തോ കാര്യമായിട്ട് ഭിക്ഷ കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്ന് ശിഷ്യൻ ഊഹിച്ചു.
അങ്ങനെ കുറച്ച് ദൂരം കാട്ടിലൂടെ നടന്നു പോയപ്പോൾ സന്യാസിക്ക് ദാഹം തോന്നി. അപ്പോൾ ഈ ബാണ്ഡം ശിഷ്യൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ദാഹം, അടുത്തൊരു പുഴയുണ്ട്, അവിടെ പോയി ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം, ഈ ബാണ്ഡം സൂക്ഷിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നദിയിലേക്ക് പോയി വെള്ളം കുടിക്കാൻ വേണ്ടി. അപ്പോൾ ശിഷ്യൻ ആലോചിച്ചു, ഈ ബാണ്ഡത്തിൽ എന്തോ കാര്യമായിട്ടുള്ള ഒരു സംഗതി സന്യാസി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം പതിവിൽ കൂടുതൽ ഉത്കണ്ഠ. തുറന്നു നോക്കിയപ്പോൾ അതിൽ 2 സ്വർണം കൊണ്ടുണ്ടാക്കിയ ഇഷ്ടികയായിരുന്നു. അപ്പോൾ ശിഷ്യന്, ഓ അത് ശരി, ഇതാണ് അതിന് ഗുരുവിൻ്റെ ആകുലതയ്ക്ക് കാരണമല്ലേ. ശിഷ്യൻ എന്ത് ചെയ്തു, ഈ 2 ഇഷ്ടിക എടുത്ത് അടുത്തൊരു കിണറ്റിൽ വലിച്ചെറിഞ്ഞു. വഴിയിലുള്ള അപകടം മാറ്റിക്കളഞ്ഞു അദ്ദേഹം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സന്യാസി വന്നു. അപ്പോൾ എന്നിട്ട് ഈ ഇഷ്ടികയ്ക്ക് പകരം 2 കരികല്ലിൻ്റെ കഷ്ണം അതിലെടുത്ത് വെച്ചു, ഭാരം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സന്യാസി ബാണ്ഡം എടുത്ത് തോളത്തിട്ട് നടക്കാൻ ആരംഭിച്ചു. നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വേഗം നടക്കാം, ഇരുട്ടാൻ തുടങ്ങി, നമുക്ക് പെട്ടെന്ന് ആശ്രമത്തിലെത്താം, വഴിയിലൊക്കെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, എല്ലാ അപകടങ്ങളും ഞാൻ നീക്കം ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അതെന്താന്ന് വെച്ചു, അല്ല, ബാണ്ഡത്തിലുണ്ടായിരുന്ന 2 ഇഷ്ടിക ഞാൻ എടുത്ത് കിണറ്റിലെറിഞ്ഞു, അവിടെ ഇനി നമുക്ക് അപകടത്തെക്കുറിച്ചൊന്നും പേടിക്കാനില്ലായിരുന്നു ശിഷ്യൻ. അപ്പം ഗുരു പറഞ്ഞു, പിന്നെ എന്താ ഇത്, നല്ല ഭാരമുണ്ടല്ലോ അത് 2 കരിങ്കല്ല് ഞാൻ അതിലെടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, എന്നാൽ ഇനിയിപ്പോൾ ഈ ഭാരം കൂടി കളഞ്ഞേക്കാൻ പറഞ്ഞു. ബാണ്ഡം അദ്ദേഹം വലിച്ചെറിഞ്ഞ് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരം നടന്നപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരോട് പറയാണ്, ഈ സ്വർണത്തിൻ്റെ 2 ഇഷ്ടികയേക്കാൾ മൂല്യമുള്ള ഒരു വസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ. അത് നമ്മുടെ അന്തര്യാമിയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാനാണോ? അത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മൂല്യമുള്ളതാണ്. എന്താ കാരണം, അത് ദിവ്യത്വമാണ്. ദിവ്യത്വത്തിൻ്റെ ഒരു അംശമാണ്. ഈശ്വരൻ തന്നെയാണ് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മൂല്യമായിട്ട് നമ്മുടെ അന്തര്യാമയായിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത്. നമ്മൾ എത്ര ശ്രദ്ധയോട് കൂടിയിട്ട് അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ബോധവുമില്ല. അതിനു പകരം പുറത്തുള്ള മറ്റ് പല കാര്യങ്ങളിലാണ് നമ്മൾ മൂല്യം കണ്ടെത്തുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ളതാണെന്ന് നമ്മൾ ഭൂരിപക്ഷം പേർക്കും ആ ധാരണയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ശ്രദ്ധയോടുകൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ധാരണ നമുക്കില്ല. അപ്പോൾ ഏറ്റവും ശ്രദ്ധ വേണ്ടത് അതിനെയാണ്, അതിനെ സംരക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് ബോധത്തിന് ശ്രദ്ധയോട് ബന്ധപ്പെട്ടതാണ് ബോധം എന്ന് പറയുന്നത്. ബോധത്തോടുകൂടി പ്രവർത്തിക്കുക, ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക, ബോധത്തെ വികസിപ്പിക്കുക എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കാൻ നിൽക്കാം. അപ്പോൾ നമ്മുടെ മുഖം അതിൽ പ്രതിഫലിച്ച് കാണും. എത്ര നല്ല കണ്ണാടിയാണെങ്കിലും കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ അപ്പുറത്തുള്ളത് കാണില്ല. അത് നമ്മുടെ മുഖമേ പ്രതിഫലിച്ച് കാണും. നേരെ മറിച്ച് നമ്മുടെ ജനാലയുടെ കണ്ണാടി കൂടെ നമ്മൾ പുറത്തു നോക്കിയാൽ ലോകം നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്, ആ കണ്ണാടി സുതാര്യമാണ്. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയുടെ പുറകിൽ സിൽവർ ഓക്സൈഡിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ അപ്പുറം നമ്മൾ കാണാത്തത്. അതുപോലെ നമ്മുടെ ബോധത്തിൽ ഒരുപാട് കോട്ടിങ്ങുകളുണ്ട്, സങ്കീർണതകളും മാലിന്യങ്ങളും.
നമ്മൾ ജനിച്ച സാഹചര്യം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജാതി, നമ്മുടെ മതം, കുടുംബ പശ്ചാത്തലം എല്ലാം ഈ തരത്തിൽ നമ്മുടെ ബോധത്തിൽ പലതരത്തിലുള്ള സങ്കീർണതകളുണ്ടാകും. ആ സങ്കീർണതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രപഞ്ചത്തിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച വളരെ ആപേക്ഷികമാണ്. യാഥാർത്ഥ്യവുമായിട്ട് അതിന് പലപ്പോഴും ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ആ മറ നീക്കുമ്പോഴാണ്, ആ കോട്ടിങ് എടുത്ത് മാറ്റുമ്പോഴാണ് നമുക്ക് അന്തര്യാമിയെ ദർശിക്കാൻ കഴിയും. അപ്പോഴാണ് പ്രപഞ്ചത്തിനെ നോക്കുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ധാരണയും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അന്തര്യാമിയുണ്ട്. അത് ബോധത്തിൻ്റെ സങ്കീർണത കൊണ്ട് അത് പ്രകടമാവുന്നില്ല. നമ്മുടെ ഓരോ കോശങ്ങളിലും ഈ അന്തര്യാമിയുടെ പ്രകടനമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതാണ് സാക്ഷാത്കാരം. അതിലും വലിയ സാക്ഷാത്കാരം ഒന്നുമില്ല, വളരെ ലളിതമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗുരുവിനെ പ്രതിഫലിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും നമ്മളുടെ ജീവിതത്തിലൂടെ. അതിനെയാണ് ഗുരുപൂർണിമ എന്ന് പറയുന്നത്. ഗുരുവിനെ പരിപൂർണമായിട്ടും നമ്മളിലൂടെ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിത രീതി പരിപൂർണമാവുന്നു. അങ്ങനെയുള്ള സന്ദർഭമാണ് നമ്മൾ ഓരോ ഗുരുപൂർണിമ വരുമ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്. ബോധത്തിൻ്റെ വികാസം എത്രമാത്രമുണ്ട്. ഈ സങ്കീർണതകളെക്കുറിച്ച് നമ്മൾ ബോധവാനാണെങ്കിൽ മാത്രമേ, ശുദ്ധീകരണം പോലെയാണ്, നമ്മൾ എല്ലാ ദിവസവും ശുദ്ധീകരണം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എത്രമാത്രം നമ്മുടെ സങ്കീർണതകളെ കളയാൻ സന്നദ്ധരാണോ അത്രയും മാത്രമേ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുള്ളൂ. പലപ്പോഴും നമ്മുടെ പല സ്വഭാവവിശേഷങ്ങളും ശീലങ്ങളും നമ്മൾ വിട്ടുകളയാൻ നമ്മൾ തയ്യാറല്ല. അപ്പം അതുകൊണ്ട് ശുദ്ധീകരണം അവിടെ ഫലപ്രദമല്ല. അപ്പം എത്രമാത്രം അവബോധം നമ്മുടെ സങ്കീർണതകളെക്കുറിച്ചും മാലിന്യങ്ങളെക്കുറിച്ചും ഉണ്ടോ അത്രമാത്രം മാത്രമേ നമുക്ക് ശുദ്ധീകരണം സാധ്യമാവൂ. ഹാർട്ട്ഫുൾനെസ്സിലെ ഈ സന്നദ്ധത എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ അർത്ഥവത്തായ സംഗതിയാണ്. അപ്പോൾ ആത്മീയ പരിശീലനം മുഴുവൻ ഈ ബോധത്തിലെ സങ്കീർണതകളും മാലിന്യങ്ങളും നീക്കം ചെയ്ത് നമ്മുടെ അന്തര്യാമിയുടെ ആ പ്രകാശം പ്രതിഫലിപ്പിക്കുക, അല്ലെങ്കിൽ ഗുരുവിനെ പ്രതിഫലിപ്പിക്കലാണ്. താജി എപ്പോഴും ആവർത്തിച്ച് പറയും, ബാപ്പുജി മഹാരാജ് അദ്ദേഹം 1983 അദ്ദേഹത്തിൻ്റെ സമാധി. ആ സമാധിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ലാലാജിയുടെ ജന്മദിനത്തിൽ അദ്ദേഹം ഒരു ചെറിയ സന്ദേശം കൊടുക്കും. വളരെ 2-3 വരികളേ ഉള്ളൂ ഇത്. അപ്പോൾ ബാപ്പുജി മഹാരാജ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തന്ന അവസാനത്തെ മെസ്സേജാണ് എന്ന് ദാജി അതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പം അതിൽ പറയണത് ഇതാണ്: നമ്മളെല്ലാവരും ആത്മീയമായുള്ള തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് നമുക്കറിയാം. കാരണം ആത്മാവ് സർവ്വവ്യാപിയാണ്. എല്ലാ മനുഷ്യനും ആത്മാവിൻ്റെ പ്രകടനമാണെന്ന് നമുക്കറിയാം. അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ മാനസികമായ തലത്തിലും ബുദ്ധിപരമായ തലത്തിലും ധാർമ്മികമായ തലത്തിലും നമ്മൾ ഒന്നാണ് എന്നതാണ് വസ്തുത. സാധനയിലൂടെ അത് നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഈ ആത്മീയമായിട്ടുള്ള തലം നമുക്ക് തുറന്നു കിട്ടുന്നത്. അപ്പോൾ ആത്മീയമായിട്ടുള്ള തലം ഒന്നാണെന്ന് നമ്മൾ ധാരണയുണ്ട് നമുക്ക്, പക്ഷേ അറിവ് മാത്രമാണ്, അത് അനുഭവമല്ല. അപ്പം മറ്റ് 3 തലങ്ങളെ ഒന്നാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അത് അത്ര പിടികിട്ടില്ല. കാരണം മാനസികമായ തലത്തിൽ നമ്മൾ ഒന്നാണെന്ന് നമ്മളെങ്ങനെ അറിയും? നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ മനസ്സുകളും ചിന്തകളും അല്ലേ. ബാപ്പുജി മഹാരാജ് പറയുന്നത് മാനസികമായ തലത്തിൽ നിങ്ങൾ ഒന്നാണ് എന്നാണ്.
അപ്പോൾ അദ്ദേഹം അങ്ങനെ അത് ഉറപ്പിച്ച് പറയുമ്പോൾ അത് വാസ്തവമായിരിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം എന്നുള്ള സങ്കല്പം വെച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്നു. അതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ശരിയായ ചിന്ത. അപ്പം ശരിയായ രീതിയിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നത് ഈ സങ്കല്പം വെച്ച് ധ്യാനം തുടങ്ങുമ്പോൾ മാത്രമാണ്. അതുവരെ നമ്മുടെ ചിന്താഗതി തന്നെ ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അപ്പോൾ ഹൃദയത്തിലെ ദിവ്യപ്രകാശം എന്നുള്ള ചിന്ത നമ്മൾ വെച്ച് ധ്യാനിക്കുന്നു. സംപ്രേഷണത്തിൻ്റെ സഹായത്തോടെ നമ്മൾ സമാധി എന്നുള്ള അവസ്ഥയിൽ പോകുമ്പോൾ ദിവ്യത്വം എന്നുള്ള ചിന്ത, ദിവ്യത്വം എന്നുള്ള അനുഭവമായിട്ട് നമുക്ക് മാറും. അപ്പോഴാണ് നമ്മൾ സമാധിയിൽ പോണത്. നമ്മളെല്ലാവരും ഒന്നാ സമാധി സ്റ്റേറ്റിൽ, വ്യത്യാസമില്ല. അപ്പോൾ ഫീലിംഗ് ലെവലിൽ അല്ലെങ്കിൽ അനുഭൂതിയുടെ തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. ഇപ്പം മാനസികമായ തലത്തിൽ നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൻ്റെ ആഴത്തിലുള്ള ഭാഗമാണ് ഹൃദയം. ഹൃദയത്തിൻ്റെ ഉപരിപ്ലവമായ ഭാഗമാണ് മനസ്സ്. അപ്പോൾ ആഴത്തിലുള്ള മനസ്സിൻ്റെ ഭാഗത്ത്, അതായത് ഹൃദയത്തിൽ, അനുഭൂതിയുടെ തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ഇതാണ് അദ്ദേഹം നമ്മളോട് സാധനയിലൂടെ തെളിയിക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ മാനസിക തലത്തിൽ നമ്മൾ ഒന്നാണെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുകയും ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിന് ഏറ്റവും ഫലപ്രദമായത് എന്താണ് എന്നാലോചിക്കുമ്പോൾ അത് ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ ആ പിടിവാശിയിൽ അവിടെ നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിന് ഫീൽ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതാണ്. അതായത് മനസ്സിൻ്റെ ഉപരിപ്ലവമായ ഭാഗത്താണ് നമ്മളുള്ളത്. അതിൻ്റെ ആഴത്തിലുള്ള ഹൃദയത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. പക്ഷെ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല എന്നേ ഉള്ളൂ. ഈ ബുദ്ധിപരമായ തലത്തിൽ എങ്ങനെയാണ് നമ്മൾ ഒന്നാവുക? നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ ബുദ്ധിയല്ലേ ഉള്ളത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അവിടെയും നമ്മൾ ഒന്നാണ് എന്ന് ബാബുജി അസന്നിഗ്ധമായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ വാസ്തവം ഉണ്ടാവുമല്ലോ. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ട് പ്രകടമാകുന്ന കാണാം. ഇഷ്ടാനിഷ്ടങ്ങൾ, നല്ലത് ചീത്ത, ധർമാധർമ്മം, ഉയർച്ച താഴ്ച, ഈ ബുദ്ധി പരസ്പര വൈരുദ്ധ്യങ്ങളെ നമുക്ക് കാണിച്ചു തരും. ഈ പരസ്പര വൈരുദ്ധ്യങ്ങൾക്കിടയ്ക്ക് വിവേകത്തിൻ്റെ ഒരു ബിന്ദുണ്ട്. അതുകൊണ്ട് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ബുദ്ധിശക്തി എന്നല്ല പറയാം, വിവേകശക്തി എന്ന് പറയാം. അപ്പോൾ ആ വിവേകം നമുക്ക് കിട്ടുന്നത് ഈ അഞ്ചാമത്തെ ചക്രത്തിൽ, വായുചക്രത്തിലെത്തുമ്പോഴാണ്. അപ്പോഴാണ് ഈ സുതാര്യത. വായു എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നോക്കിയാൽ മറ്റേ ഭാഗം കാണാമല്ലോ. അപ്പോൾ ആ സുതാര്യത നമുക്ക് അനുഭവപ്പെടുന്നത് അഞ്ചാമത്തെ ചക്രത്തിലാണ്, വിവേകം. അപ്പോൾ ഈ പരസ്പര വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് ആണ് നമ്മളിൽ മുദ്രകൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഇടയ്ക്കുള്ള വിവേകത്തിൻ്റെ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുകയും നമ്മൾ ശുദ്ധീകരണം അതിന് അനിവാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫലപ്രദമായിട്ടുള്ള ശുദ്ധീകരണവും ഈ സങ്കീർണതകളെ നീക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ള ബോധവും കൂടി ചേരുമ്പോഴാണ് ബുദ്ധിശക്തി വിവേകശക്തിയായിട്ട് മാറും. അപ്പോൾ വിവേകത്തിൻ്റെ തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ബുദ്ധിപരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിവേകത്തിൻ്റെ അവസ്ഥയിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അതാണ് ബാബുജി മഹാരാജ് പറയുന്നത്. അപ്പോൾ മാനസിക തലത്തിലും നമ്മൾ ഒന്നാണ്, ബുദ്ധിപരമായ തലത്തിലും യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നാണ്. നമ്മൾ വ്യത്യസ്തരാണെന്നാണ് ധാരണ. ഈ വ്യത്യസ്തതയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ ദിവ്യത്വത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ അപകടം. ഇനി എന്താ ധാർമ്മികതയുടെ ഭാഗമുണ്ട്. ധാർമ്മികമായിട്ടും നമ്മളെല്ലാവരും ഒന്നാന്ന് പറയും. ഇന്ന് ധാർമ്മികത എന്നൊക്കെ പറയുന്നത് തീരെ അർത്ഥമില്ലാത്തൊരു വാക്കായിട്ട്
ആണ് സമൂഹം കാണുന്നത്. ധാർമ്മികത എന്ന് പറയുന്നത് ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ടുള്ള മിതത്വം പാലിക്കാതെ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് ഭദ്രമാക്കുക. ഇപ്പം എല്ലാത്തിൻ്റെയും നിലനിൽപ്പാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് ഭദ്രമാക്കണമെങ്കിൽ നമ്മളെല്ലാവരും ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടത്. അപ്പോൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു വിവേചനം നമ്മുടെ ബോധത്തിൽ വരുമ്പോഴാണ് ധാർമ്മികത എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ അവസ്ഥയിൽ നമ്മളെ എല്ലാത്തിനെയും നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. കാരണം എല്ലാം ഒരേ ദിവ്യത്വത്തിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് ഉള്ള ബോധം നമുക്ക് വരുമ്പോൾ അപ്പോഴാണ് നമ്മളിൽ ഈ ധാർമ്മികത വരുന്നത്. എല്ലാത്തിനെയും നിലനിർത്തണം എന്നുള്ള ബോധം വരുന്നത്. ഒന്നിനെയും നമുക്ക് അവഗണിക്കാൻ സാധ്യമല്ല എന്നും എല്ലാം ആത്മാവിൻ്റെ പ്രകടനമാണെന്നും നമ്മളുടെ ഉള്ളിലൊരു ബോധമായിട്ട് തെളിയുമ്പോൾ നമ്മൾ പരിപൂർണ മിതത്വം പാലിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ എന്ത് ഉപയോഗിക്കുന്നതോ അധാർമികതയാണ്. വെള്ളം പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന അധാർമികതയാണ്. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉപയോഗിക്കുന്ന അധാർമികതയാണ്. ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്ന അധാർമികതയാണ്. അപ്പോൾ എല്ലാ ലെവലിലും മിതത്വം നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും. അതെല്ലാം അധാർമികതയുടെ ഭാഗമായിട്ട് വരും. അതായത് ഏത് സാഹചര്യത്തിലും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തമ്മിലുള്ള ഒരു വിവേചനം നമ്മൾ ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ധാർമ്മികത എന്ന് പറയും. ആ ധാർമ്മികതയുടെ തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് ബാപ്പുജി മഹാരാജ് പറയണം. അപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു വാചകം പറഞ്ഞിട്ടുള്ളൂ. അതായത് മാനസികമായ തലത്തിലും ബുദ്ധിപരമായ തലത്തിലും ധാർമ്മികമായ തലത്തിലും നിങ്ങൾ ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്നതാണ് വസ്തുത. അത് നമ്മൾ സാധന കൊണ്ട് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഈ മെഡിറ്റേഷനും ക്ലീനിങ്ങും പ്രെയറും ഈ മൂന്ന് സംഗതികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഈ മൂന്ന് തലങ്ങളിൽ നമ്മൾ ഒന്നാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മൾ ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് ബാപ്പുജി മഹാരാജ് പറയുന്നത്. ആത്മീയമായിട്ട് നമ്മളെല്ലാവരും ഒന്നാണെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ തോന്നും, അറിവ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ആത്മീയ പാതയിൽ കാലുവയ്ക്കുന്നു. അപ്പോൾ ആത്മീയത എപ്പോഴാണ് തുടങ്ങുന്നത്? ബാപ്പുജി മഹാരാജ് പറയും മതം അവസാനിക്കുമ്പോഴാണ് ആത്മീയത തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മൾ മതത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിട്ടുണ്ടോ? അപ്പോൾ എപ്പോഴാണ്, ഏത് ചക്രത്തിലാണ് നമ്മൾ മതം അവസാനിച്ച് ആത്മീയത തുടങ്ങുന്നത്? ഹാർട്ട്ഫുൾനെസ്സിൽ അത് ഈ ആജ്ഞാചക്രത്തിലെത്തുമ്പോഴാണ്. ആറാമത്തെ ചക്രത്തിൽ നമ്മുടെ ബോധം എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മതം അവസാനിച്ച് ആത്മീയത തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ്? ആദ്യത്തെ 5 ചക്രങ്ങൾ മുഴുവൻ പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. മതം എന്ന് പറയുന്നതും പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. വിശ്വാസം, ആചാരം, അനുഷ്ഠാനം. ഓരോ മതത്തിനും ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം വൈരുദ്ധ്യങ്ങളാണ്. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ അവസാനിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയത തുടങ്ങുന്നത്. നമ്മൾ ബ്രഹ്മാണ്ഡ മണ്ഡലത്തിലേക്ക് കാലുവയ്ക്കുന്നതെന്നാണ്. അപ്പോൾ ആത്മീയത, അപ്പോൾ കുറച്ച് നാളത്തെ പരിശീലനത്തിന് ശേഷമാണ് ഹാർട്ട്ഫുൾനെസ്സിൽ അത് സംഭവിക്കുന്നത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് എല്ലാം പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആത്മീയ പരിശീലനം കൂടാതെ ബോധത്തിൻ്റെ വികാസം അസാധ്യമാണെന്ന് പറയാം. അതും ആത്മീയ പരിശീലനം, എങ്ങനെയുള്ള ആത്മീയ പരിശീലനം? സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ആത്മീയ പരിശീലനം മാത്രമേ ബോധത്തിൻ്റെ വികാസത്തിന് പര്യാപ്തമാവൂ. ഇനി ആത്മീയതയിൽ നമ്മൾ കാലുവയ്ക്കുമ്പോഴാണ് ബാപ്പുജി മഹാരാജ് പറയും ആത്മീയത അവസാനിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം തുടങ്ങുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആത്മീയതയും നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ എന്താ അത്?
നമ്മൾ ആദ്യം ഈശ്വരനുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്ന് തുടങ്ങണം മതങ്ങൾ. ഈശ്വരൻ എന്ന അനുഭവം നമ്മളുടെ ധ്യാനത്തിൽ നമുക്ക് കിട്ടണം. അപ്പോഴിപ്പോഴൊക്കെ ദിവ്യ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാവും. അത് പര്യാപ്തമല്ല. നമുക്ക് ദിവ്യത്വം തന്നെ ആയി മാറേണ്ടിയിരിക്കുന്നു. ദിവ്യാനുഭവങ്ങൾ മാത്രം പോരാ, ദിവ്യാനുഭവങ്ങളും നമുക്ക് മതിയാവും. എൻ്റെ ബാബുജി മഹാരാജ് പറയണു, ആത്മീയത അവസാനിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം തുടങ്ങുന്നത്. അത് ഹാർട്ട്ഫുൾനെസ്സിലെ 9ാമത്തെ ചക്രത്തിലാണ് അത് വരിക. പരിപൂർണ സമർപ്പണ ഭാവം നമ്മളിൽ വരുമ്പോൾ അപ്പോഴാണ് യാഥാർത്ഥ്യം തുടങ്ങുന്നത്. ഇപ്പം ബോധത്തിൻ്റെ എത്രയോ ഉന്നതമായ അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതുവരെ നമ്മൾ ഈ മായാവലയത്തിലാണ്. എന്താണ് ആ യാഥാർത്ഥ്യം? 9ാമത്തെ ചക്രം കഴിഞ്ഞാൽ തൊട്ടടുത്ത് 10ാമത്തെ ചക്രത്തിൽ ആ യാഥാർത്ഥ്യത്തിൻ്റെ അനുഭൂതിയിൽ നമുക്ക് ഈ സച്ചിത്താനന്ദം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നിലനിൽപ്പ്, ബോധം, ആനന്ദം എന്നുള്ള അവസ്ഥ. 10ാമത്തെ ചക്രം സച്ചിദാനന്ദം അല്ലെങ്കിൽ സഹസ്രദളപത്മം എന്ന് പറയും. അവിടെ നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ നമുക്ക് അനുഭൂതിയായി മാറും. അതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നിലനിൽപ്പ് തന്നെ അനുഭൂതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ കഥയിൽ ഏറ്റവും മൂല്യമുള്ള ഒരു സാധനം നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടോ എന്ന് യോഗി ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാക്ഷാത്കാരം നമുക്ക് സംഭവിക്കുന്നത് സഹസ്രദള പത്മത്തിൽ നമ്മുടെ ബോധം എത്തുമ്പോഴാണ്. അപ്പോൾ അവിടെ സച്ചിദാനന്ദം നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം പറഞ്ഞത് സച്ചിദാനന്ദം സച്ചിദാനന്ദം എന്നുള്ള മന്ത്രം കൊണ്ട് സച്ചിദാനന്ദം എന്നുള്ള അവസ്ഥ നമുക്ക് നേടാൻ സാധ്യമല്ല. അപ്പോൾ ആനന്ദം എന്നുള്ള അവസ്ഥയാണ്. ബാബുജി മഹാരാജ് പറയും അതും പര്യാപ്തമല്ല, അതിനെയും നമ്മൾ അതികടന്ന് അപ്പുറത്തേക്ക് പോകണു. സാധാരണ ആധ്യാത്മിക സമ്പ്രദായങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുന്നു, സച്ചിദാനന്ദത്തിൽ അവസാനിക്കുക. 7ാമത്തെ ചക്ര സാധാരണ ആത്മീയ സമ്പ്രദായങ്ങളിൽ. ബാബുജി മഹാരാജ് എന്തുകൊണ്ടാണ് അവിടെ അവസാനിക്കുന്നില്ല എന്ന് പറയണമെന്ന് വെച്ചാൽ, അദ്ദേഹം പറയും അവിടെ സച്ചിദാനന്ദം എന്നുള്ള അനുഭൂതി നമുക്കുണ്ടാവണം. ദിവ്യത്വത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. അപ്പം അദ്ദേഹം പറയും ഈശ്വരനുണ്ട്, നിങ്ങളുണ്ട്, അതിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. അപ്പോഴും ദ്വന്ദ്വഭാവം അവിടെ നിൽക്കണു. ഞാനും ഈശ്വരൻ എന്നുള്ള ഭാവം അവിടെ അവശേഷിക്കുന്നു. അപ്പോൾ ഈശ്വരനുണ്ട്, ഞാനുണ്ട്, ഞാൻ അതിൻ്റെ സാന്നിധ്യം അറിയുന്നു എന്നുള്ളതിൽ ദ്വന്ദ്വഭാവം നിലനിൽക്കുന്നതുകൊണ്ട് അത് അപര്യാപ്തമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് അതിനെയും മറികടക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കബീർദാസാണ് അതിനെക്കുറിച്ച് പറയണത്. ആത്യന്തികമായ അവസ്ഥ, അതായത് ഈ സച്ചിദാനന്ദം നമ്മൾ മറികടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അവസ്ഥയെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറയും ഒരു മഴത്തുള്ളി വെള്ളം സമുദ്രത്തിൽ വീണ് സമുദ്രമാകുന്ന അവസ്ഥ. അതാണ് ആത്യന്തികമായ ദിവ്യാവസ്ഥയെക്കുറിച്ച് കബീർദാസ് പറയുന്നത്. അത് യാഥാർത്ഥ്യവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ മഴത്തുള്ളിക്ക് തിരിച്ച് മടങ്ങി വന്നുകൊണ്ട് മടങ്ങി വന്ന് ഞാൻ സമുദ്രത്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ ആത്യന്തികമായ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ അവിടെ എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതിനെയാണ് ലയാവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് ഹാർട്ട്ഫുൾനെസ്സിൽ. ദാജി പറഞ്ഞു ലയാവസ്ഥയിലാണ് ആത്മീയ യാത്ര തുടങ്ങുന്നത് വീണ്ടും. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലെത്തിയെന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹം പറയാ ലയാവസ്ഥയിലാണ് യഥാർത്ഥ ആത്മീയ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വിശദീകരിക്കുക വെച്ചാൽ അദ്ദേഹം പറയും ഇപ്പോൾ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ മഴത്തുള്ളി വെള്ളം വീണു,
സമുദ്രത്തിന് ഒരുപാട് ആഴമുണ്ട്. അപ്പം ആ ആഴമെല്ലാം ഈ മഴത്തുള്ളി വെള്ളത്തിന് മനസ്സിലാക്കേണ്ടിയിരിക്കണം. അത് മുഴുവൻ അതിൻ്റെ ആത്മീയ യാത്രയാണ്. അപ്പം ആ അവസ്ഥയിൽ, ലയാവസ്ഥയിലാണ് ഈ ആത്മാവ് ഉദാത്തമായ കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ നിർവഹിക്കാൻ പോകുന്നത്. അതിന് ഉദാഹരണമാണ് മാസ്റ്റേഴ്സ് നമ്മുടെ മുമ്പിൽ അവർ കാണുന്നത്. എല്ലായ്പ്പോഴും ലയാവസ്ഥയിലാണെങ്കിലും അവർ ചെയ്യുന്ന ഭൗതിക ലോകത്തിൽ ചെയ്യുന്ന സേവനങ്ങളുടെ കണക്കെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അത്രയും ഉദാത്തമായ പ്രവർത്തനങ്ങളാണ് അനുനിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ലയാവസ്ഥയിലുള്ള ഒരു ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എത്രമാത്രം ഉദാത്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ബാഹ്യമായ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു യോഗ്യനായ ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ഈ അവസ്ഥകൾ നമുക്ക് അനുഭവവേദ്യമാകൂ എന്നതാണ് വസ്തുത. അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം പറയണത്, സ്വന്തം അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, ലയാവസ്ഥയിലാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ യാത്ര തുടർച്ചയായിട്ട് അനന്തമായ ആത്മീയ യാത്ര തുടരുന്നു. ഒരിക്കലും നമുക്കിത് അവസാനിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. എന്തെങ്കിലും സാധനം അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിരാശയാണ്. പിന്നെ എന്ത് ചെയ്യും? ആത്മീയതയിൽ മാത്രം ആ പ്രശ്നമില്ല. എന്താണ്? അനന്തമായ ആത്മീയ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ അത് ഓരോ അവസ്ഥയിലും അത് നമുക്ക് ഒരു പ്രചോദനമാണ്. താജി പറയാ, നമ്മളെല്ലാവരും ആ മഴത്തുള്ളി വെള്ളങ്ങളാണ്. ആ മഴത്തുള്ളി വെള്ളം ഈ മഹാസമുദ്രത്തിൽ വീഴുമ്പോഴാണ്, ലയാവസ്ഥയിലാണ് നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡാണ്. ബാപ്പുജി മഹാരാജ് പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ആത്മീയ തലത്തിൽ ഒന്നാണ് എന്ന് പറയുന്നതിൻ്റെ അനുഭവം നമുക്ക് ആ അവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ അനന്തമായ ആത്മീയ യാത്ര തുടരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും തമ്മിലുള്ള പരസ്പര ബന്ധം പോലും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ലയാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. താങ്ക് യു. നമസ്കാരം.